അടുത്ത ദിവസം കണ്ണോട്ടുകര ഗ്രാമവും ഗ്രാമവാസികളും ഉറക്കമുണർന്നു വന്നത് ജയകൃഷ്ണന്റെ ഈ അപകട വാർത്ത കേട്ടുകൊണ്ടാണ്. അപകടത്തെ തുടർന്ന് ജയകൃഷ്ണൻ മരിച്ചുവെന്നും അതെല്ലാം മരണസന്നനായി വെന്റിലേറ്ററിലാണെന്നുമായിരുന്നു പുറത്ത് സംസാരം. അക്കാര്യം എന്തുതന്നെയാണെങ്കിലും ആ ഒരു വാർത്ത കേട്ട് ആ ഗ്രാമവും ഗ്രാമവാസികളും ഞെട്ടിപ്പോയി എന്നതായിരുന്നു സത്യം. അതേ തുടർന്ന് ആ വാർത്ത കേട്ടവർ സത്യം എന്താണെന്ന് അറിയുന്നതിനായി ആശുപത്രിയിലേക്കും ചെമ്പകശ്ശേരിയിലേക്കും പുറപ്പെടുന്നു. ഈ സമയം ചെമ്പകശ്ശേരിയിൽ ഇക്കാര്യങ്ങളൊന്നും അറിയാതെ ദേവൂട്ടി മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇക്കാര്യങ്ങൾ പുറത്തുനിന്ന് വന്ന നാട്ടുകാർക്കുണ്ടോ അറിയുന്നു. എന്നാൽ ഇവിടെ ആ രാത്രി മുഴുവൻ കണ്ണീരുമായി ജയകൃഷ്ണനെ കാത്തിരുന്ന അവൾ കുറച്ചു ദിവസം മുതൽ തുടങ്ങിയ അലച്ചിലിന്റെ ക്ഷീണത്താൽ പുലർച്ചെയപ്പോഴോ അവൾ അറിയാതെ ഉറക്കത്തിലേക്ക് വീണുപോയിരുന്നു. അതിനാൽ വീടിന് പുറത്ത് നാട്ടുകാർ വന്നുകൂടിയത് അവൾ അറിഞ്ഞിരുന്നില്ല. ഈ സമയം ഈയൊരു വാർത്ത കേട്ട് ചെമ്പകശ്ശേരിയിലെത്തിയ നാട്ടുകാർ വരുമ്പോൾ കാണുന്നത് വീട് പൂട്ടിക്കിടക്കുന്നതാണ്. അവിടെ പുറത്തെങ്ങും ആരും ഉണ്ടായിരുന്നില്ല. അതോടെ ചെമ്പകശ്ശേരിയിൽ എല്ലാവരും ഹോസ്പിറ്റലിലാണെന്ന് നാട്ടുകാർ മനസ്സിലാക്കുന്നു. അതേ തുടർന്ന് തങ്ങൾ അറിഞ്ഞ ഈയൊരു വാർത്ത സത്യമാണെന്നും അവർ തീർത്ത് വിശ്വസിക്കുന്നു. ആ ഒരു സത്യം അവർ ഓരോരുത്തരും മനസ്സിൽ ഉൾക്കൊണ്ടു കഴിഞ്ഞതും അവരുടെയെല്ലാം മനസ്സുകളിൽ കഴിഞ്ഞ ദിവസം സന്തോഷം മാത്രം അലതല്ലി നിന്ന വീട് ഇന്ന് വലിയൊരു സങ്കട പെരുമഴയുടെ ആഴങ്ങളിലേക്ക് ആണ്ടുപോയിരിക്കുകയാണല്ലോ എന്നോർത്തപ്പോൾ വല്ലാത്ത സഹതാപവും അതിലേറെ വിഷമവും തോന്നിപ്പോകുന്നു. ഈ സമയം ഇതൊന്നും അറിയാതെ നാണിയമ്മ പതിവ് പോലെ ചെമ്പശ്ശേരിയിലെത്തി. പതിവില്ലാതെ വീട്ടുമുറ്റത്ത് ആൾക്കൂട്ടം കണ്ട അവർ ഒന്ന് അമ്പരന്നു. തുടർന്ന് അവർ അവരിലൊരാളോട് കാര്യം തിരക്കി. ഈ സമയം അയാൾ താൻ അറിഞ്ഞ കാര്യം നാണിയമ്മയോട് പറയുന്നു. അത് കേട്ട നാണിയമ്മ ഒരു ഞെട്ടലോടെ, അതിലുപരി ഒരു നിലവിളിയോടെ തലയ്ക്ക് കൈവച്ചുകൊണ്ട് നിലത്തേക്കിരുന്നു പോകുന്നു. ആ നിലവിളിക്കിടെ അവർ പറഞ്ഞു, "എൻ്റെ ഭഗവാനെ, ഞാൻ ഈ കേട്ടത് സത്യമായിരിക്കരുത്. എൻ്റെ ജയൻ കുഞ്ഞിന് അങ്ങനെയൊന്നും സംഭവിക്കരുത്." ശേഷം അവിടെ നിന്നും എഴുന്നേറ്റ അവർ ആ വീടിൻ്റെ അടുത്തേക്ക് നടന്നു. അവിടെ ഒരു ഭാഗത്തായി വന്ന് തളർന്നിരുന്നു പോകുന്നു. ആ ഇരിപ്പിലും അവർ തുടർന്നു, "എൻ്റെ ഭഗവാനെ, ഇന്നലെ വരെ എന്ത് സന്തോഷം നിറഞ്ഞു നിന്ന വീടായിരുന്നു ഇത്. ഒരു രാത്രി കൊണ്ട് ഒക്കെ നീ തകർത്ത് കളഞ്ഞല്ലോ നീ" എന്ന് പറഞ്ഞ് വീണ്ടും ഉറക്കെ കരഞ്ഞു. എന്നാൽ ഇവിടെ ഇതൊന്നും അറിയാതെ ഉറങ്ങിപ്പോകുന്ന ദേവൂട്ടി ഉറക്കമുണർന്ന് കണ്ണു തുറന്ന് നോക്കുമ്പോൾ നേരം നന്നേ പുലർന്നു കഴിഞ്ഞിരുന്നു. അവൾ പെട്ടെന്ന് ആ ചെറിയ സെറ്റിയിൽ നിന്നും എഴുന്നേറ്റു. കഴിഞ്ഞ ദിവസം ജയകൃഷ്ണനെ കാത്തിരുന്ന ദേവൂട്ടി കരഞ്ഞു തളർന്ന് ഉറങ്ങിയത് ആ സെറ്റിയിൽ കിടന്നായിരുന്നു. തുടർന്ന് അവിടെ നിന്നും എഴുന്നേറ്റ് അവൾ ആ മുറിയാകെ ഒന്ന് കണ്ണോടിച്ചു നോക്കിക്കൊണ്ട് താൻ ഉറങ്ങിക്കിടന്നപ്പോഴെങ്ങാനും ജയേട്ടൻ വന്നിട്ടുണ്ടാകുമോ എന്നോർത്തു. തുടർന്ന് വാഷ് ബേസിൻ്റെ അടുത്തേക്ക് നടന്ന് വായും മുഖവും കഴുകി കതക് തുറന്ന് പുറത്തേക്ക് വന്നു. ജയകൃഷ്ണൻ താഴെ ഹാളിൽ കാണുമെന്ന ആകാംക്ഷയിൽ കതക് തുറന്ന് പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ താഴെ ഹാളിലോ മറ്റെങ്ങും തന്നെ ഒരനക്കവും കണ്ടില്ല. അവൾ താഴെയെത്തി ചെറിയൊരു പേടിയോടെ തന്നെ അടുക്കളയിലേക്ക് കയറി. അവിടെയും ആരും ഉണ്ടായിരുന്നില്ല. അവിടെയും ആരും ഉണ്ടായിരുന്നില്ല. പുറത്തെ ഹാളിലും അടുക്കളയിലും മറ്റെങ്ങും ആരെയും കാണുന്നില്ല. നേരം പുലർന്ന് ഈ സമയം വരെ കഴിഞ്ഞിട്ടും തന്നെ പോലെ തന്നെ അവരും ഇതുവരെ ഉറക്കമുണർന്നില്ലേ എന്നൊരു ചെറിയ സംശയത്തോടെ അടഞ്ഞു കിടന്ന വാതിലിൻ്റെ ഡോർ തുറക്കാൻ നോക്കി അവൾ. എന്നാൽ അവൾക്കതിന് കഴിഞ്ഞില്ല. കാരണം ഫ്രണ്ട് ഡോർ പുറത്തുനിന്നും പൂട്ടിയിരിക്കുകയായിരുന്നു. ആ പാവത്തിന് ആ വലിയ വീടിനുള്ളിൽ ഒറ്റയ്ക്ക് പൂട്ടിയിട്ടിട്ടായിരുന്നു അവർ അവിടെ നിന്നും ആശുപത്രിയിൽ ജയകൃഷ്ണൻ്റെ അടുത്തേക്ക് പോയിരുന്നത്. എന്നിട്ട് പോലും അവളെ ജയകൃഷ്ണൻ്റെ അടുത്തേക്ക് അവനെയൊന്ന് കാണാൻ അവർ കൊണ്ടുപോയിരുന്നില്ല. അതോടെ അവളുടെ മനസ്സിൽ ചില സംശയങ്ങൾ ഉടലെടുത്തു. തുടർന്ന് ഉച്ചത്തിൽ വിളിക്കാൻ കഴിയാത്തതിനാൽ അവൾ ആ കതകിൽ തട്ടി ശബ്ദമുണ്ടാക്കി. ഈ സമയം പുറത്തു നിന്നവരിൽ ചിലർ അത് കാണുകയും കേൾക്കുകയും ചെയ്തു. അതോടെ വീടിനകത്ത് ആളുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നു. അതേ തുടർന്ന് അവരിൽ ചിലർ കതക് തുറക്കാൻ നോക്കി. പക്ഷേ അതിന് കഴിഞ്ഞില്ല. അതോടെ നാണിയമ്മ അടുക്കളവാതിലിൻ്റെ ഭാഗത്തെത്തി ആ കതക് തുറന്നു അകത്തു കയറി അവർ ഹാളിലേക്ക് നടന്നു. അങ്ങനെ നടന്ന് അവിടെ എത്തിയ നാണിയമ്മ നോക്കുമ്പോൾ കണ്ടു ഫ്രണ്ട് ഡോറിൻ്റെ അടുത്ത് നിൽക്കുന്ന ദേവൂട്ടിയെ. നാണിയമ്മ അവൾക്കരികിലെത്തി അവളെ അടിമുടിയൊന്ന് നോക്കിയ ശേഷം "എൻ്റെ പൊന്നുമോളെ" എന്ന് വിളിച്ചുകൊണ്ട് ദേവൂട്ടിയുടെ കൈക്ക് പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അതുകണ്ട് ഒന്നും മനസ്സിലാകാത്ത ദേവൂട്ടി അമ്പരന്ന് നാണിയമ്മയുടെ മുഖത്തേക്ക് നോക്കി അങ്ങനെ നിന്നു.
ഈ സമയം തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ദേവൂട്ടിയുടെ മുഖത്തേക്ക് നോക്കി കരഞ്ഞുകൊണ്ട് നാണിയമ്മ, മോൾ ആശുപത്രിയിൽ പോയില്ലേ എന്ന് ചോദിച്ചു. അത് കേട്ടതും ദേവൂട്ടിയുടെ മനസ്സിൽ, ആശുപത്രിയിലോ? അതിനിപ്പോൾ ആശുപത്രിയിൽ ആരാണ് എന്നുള്ള ഒരു ചോദ്യം നാണിയമ്മയോട് തിരിച്ചു ചോദിക്കാൻ കഴിയാത്തതിനാൽ അവൾ സ്വയം അവളോട് തന്നെ ചോദിച്ചു. ഈ സമയം നാണിയമ്മയുടെ അടുത്ത ചോദ്യം വന്നെത്തി. എപ്പോഴായിരുന്നു ഈ സംഭവം? രാത്രിയിൽ എന്തിനാണ് ജയൻകുഞ്ഞ് ടൗണിലേക്ക് പോയത്? അതുകൊണ്ടല്ലേ എന്ന് പറഞ്ഞു തീർത്തു പറയുന്നതിന് മുമ്പേ അവർ പൊട്ടിക്കരഞ്ഞു പോകുന്നു. ജയൻകുഞ്ഞ് എന്നുള്ള ആ ഒരു പേര് കേട്ടതും ആ ഒരു നിമിഷം ദേവൂട്ടിയുടെ മനസ്സിൽ ഒരു വെള്ളിടി വെട്ടി. അല്പനേരത്തേക്ക് നിശബ്ദയായി ആ കഥകൾ ചാരി അവൾ നിന്നു പോകുന്നു. തുടർന്ന് സ്വബോധം വീണ്ടെടുത്ത അവളുടെ മനസ്സിൽ കഴിഞ്ഞ രാത്രിയിൽ തന്നോട് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് ടൗണിലേക്ക് പോയ ജയേട്ടന് എന്തോ അപകടം സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ആ രാത്രി കഴിഞ്ഞ് ഇപ്പോൾ ഈ സമയം വരെ ആയിട്ടും ജയേട്ടനെ കാണാഞ്ഞത്. മാത്രമല്ല, തൻ്റെ ജയേട്ടന് അങ്ങനെയൊരു അപകടം പറ്റിയിട്ടുണ്ടെന്നെങ്കിൽ ആ കാര്യം ഇവിടെ താനൊഴികെ മറ്റെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ രാത്രിയിൽ ഈ വലിയ വീട്ടിൽ താൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. മറ്റെല്ലാവരും ആശുപത്രിയിലായിരുന്നു. അതുകൊണ്ടാണല്ലോ രാവിലെ താൻ വന്നു നോക്കിയിട്ട് ഇവിടെയെങ്ങും ആരെയും കാണാൻ കഴിയാഞ്ഞത്. എന്നാൽ ഇക്കാര്യങ്ങളൊന്നും തന്നോട് ആരും പറഞ്ഞില്ല. ആശുപത്രിയിൽ കിടക്കുന്ന ജയേട്ടൻ്റെ അരികിലേക്ക് ആരും തന്നെ കൊണ്ടുപോയില്ല. അതോടെ ദേവൂട്ടിയുടെ നെഞ്ചിടിപ്പ് കൂടി. അവൾ തൻ്റെ ഭഗവാനെ വിളിച്ചു. ഭഗവാനെ കൃഷ്ണ, എൻ്റെ ജയേട്ടന് എന്തായിരിക്കും സംഭവിച്ചിരിക്കുക? നാണിയമ്മയുടെ ആ സങ്കടം കണ്ടിട്ട് വല്ലാതെ ഭയം തോന്നുന്നു. അതോടെ ദേവൂട്ടിയുടെ മനസ്സ് വല്ലാതെ കലങ്ങി മറിഞ്ഞു. അതിൽ താൻ ഭയപ്പെടുന്നത് പോലെ എന്തെങ്കിലും ആയിരിക്കുമോ തൻ്റെ ജയേട്ടന് സംഭവിച്ചിരിക്കുക എന്നോർത്തു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. കതകിന്മേൽ ചാരി നിന്ന ദേവൂട്ടി ബോധം കെട്ട് താഴെ നിലത്തേക്ക് വീണു. താൻ പറഞ്ഞ കാര്യം കേട്ട് ബോധം കെട്ട് നിലത്ത് വീണ ദേവൂട്ടിയെ കണ്ട നാണിയമ്മ അയ്യോ മോളെ എന്ന് ഉറക്കെ വിളിച്ചു കരഞ്ഞു പോകുന്നു. തുടർന്ന് നിലത്ത് വീണ അവളെ താങ്ങിയെടുക്കാൻ ശ്രമിച്ചു. ഈ സമയം വീടിന് പുറത്ത് നിന്ന നാട്ടുകാർ അകത്തുനിന്ന് നാണിയമ്മയുടെ നിലവിളി കേട്ട് അവിടേക്ക് ഓടിയെത്തി അവർ നോക്കുമ്പോൾ കണ്ടത് ദേവൂട്ടി അവൾ ബോധമില്ലാതെ നിലത്ത് കിടക്കുന്നതാണ്. അങ്ങനെ നിലത്ത് കിടക്കുന്ന അവളെ അവിടെ നിന്ന് ഉയർത്താൻ നോക്കുന്ന നാണിയമ്മയും ആണ്. തുടർന്ന് അവിടെ എത്തിയ നാട്ടുകാർ ബോധമില്ലാതെ നിലത്ത് വീണ ദേവൂട്ടിയെ താങ്ങിയെടുത്ത് ഹാളിലെ ആ വലിയ സെറ്റിയിൽ കൊണ്ടുചെന്ന് കിടത്തി. ശേഷം അല്പം വെള്ളം കൊടുത്തു. വെള്ളമെടുത്ത് അവളുടെ മുഖത്തേക്ക് തളിച്ചു. വെള്ളം മുഖത്ത് വീണതും ദേവൂട്ടി കണ്ണു തുറന്ന് തനിക്ക് ചുറ്റും നിൽക്കുന്നവരുടെയെല്ലാം മുഖത്തേക്ക് ഒരുതരം ദയനീയതയോടെ നോക്കി നിന്നു. ശേഷം വിങ്ങിപ്പൊട്ടി കരഞ്ഞുകൊണ്ട് തൻ്റെ ജയേട്ടൻ എന്താണ് സംഭവിച്ചതെന്ന് തനിക്ക് ചുറ്റും നിൽക്കുന്നവരോട് ചോദിക്കുന്നു. എന്നാൽ ദേവൂട്ടിയുടെ ആംഗ്യഭാഷയിൽ മനസ്സിലാക്കാൻ പാവം നാട്ടുകാർക്കും നാണിയമ്മയ്ക്കും ആദ്യമൊന്നും കഴിഞ്ഞിരുന്നില്ല. അതേ തുടർന്ന് തൻ്റെ ചോദ്യം കേട്ട് നിശബ്ദരായി നിൽക്കുന്ന നാണിയമ്മയുടെയും നാട്ടുകാരുടെയും മുഖത്തേക്ക് നോക്കി ദയനീയമായി കരഞ്ഞുകൊണ്ട് ദേവൂട്ടി നിന്നു. അപ്പോഴും അവൾ തൻ്റെ ചോദ്യം ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ നാണിയമ്മയ്ക്ക് കാര്യം മനസ്സിലായി. അതോടെ നാണിയമ്മ ദേവൂട്ടിയോട് അവർ അറിഞ്ഞ കാര്യങ്ങളെല്ലാം പറയുന്നു. അത് കേട്ടതും താൻ മനസ്സിൽ ഭയപ്പെട്ടതുപോലെ തന്നെ തൻ്റെ ജയേട്ടന് സംഭവിച്ചിരിക്കുന്നു. അതോടെ വിങ്ങിപ്പൊട്ടി കരഞ്ഞുകൊണ്ട് തനിക്കിപ്പോൾ തന്നെ തൻ്റെ ജയേട്ടനെ കാണണമെന്നും എന്നാൽ ഈ നാടും ആശുപത്രിയും ഒന്നും അറിയാത്ത തനിക്ക് അതിന് കഴിയില്ല എന്നും അതിനാൽ തൻ്റെ ജയേട്ടന് അടുത്തേക്ക് ഒന്ന് കൊണ്ടുപോകാമോ എന്നും അവൾ ഓരോരുത്തരോടായി തൻ്റെ ആംഗ്യഭാഷയിൽ അപേക്ഷിക്കുന്നു. ദേവൂട്ടിയുടെ ആ കണ്ണുനീർ കണ്ട് അവിടെ കൂടി നിന്ന് സകലരുടെയും ഹൃദയം പിടഞ്ഞു. അവളുടെ ആ അപേക്ഷ നടത്തിക്കൊടുക്കാൻ അവരുടെ മനസ്സുകൾ 1000 തവണ സമ്മതമായിരുന്നു. എന്നാൽ തങ്ങളുടെ ആ ഒരു ആഗ്രഹം മനസ്സിൽ തന്നെ അടക്കി നിർത്തിക്കൊണ്ട് ദേവൂട്ടിക്ക് മുന്നിൽ നിശബ്ദരായി നിൽക്കാൻ മാത്രമേ അവർക്ക് കഴിയുമായിരുന്നുള്ളൂ. അവരുടെ ആ നിശബ്ദതയ്ക്ക് അവർക്ക് അവരുടേതായ കാരണങ്ങളും ഉണ്ടായിരുന്നു. അത് മറ്റൊന്നുമായിരുന്നില്ല. ചെമ്പകശ്ശേരിയിൽ ജയകൃഷ്ണനൊഴികെയുള്ള മറ്റംഗങ്ങളെല്ലാം തന്നെ മൃഗതുല്യമായ സ്വഭാവരീതികളുള്ളവരായിരുന്നു എന്നതായിരുന്നു കാര്യം. എന്നാൽ മറ്റൊന്നുള്ളത്, ഇങ്ങനെയൊരു സാഹചര്യത്തിൽ കാരണം എന്തു തന്നെയാണെങ്കിലും താലി കെട്ടിയ പുരുഷൻ ഇതുപോലൊരു ആക്സിഡന്റിൽപ്പെട്ട് ഹോസ്പിറ്റലിലായപ്പോൾ അവൻ്റെ പെണ്ണിനെ അവിടേക്ക് കൊണ്ടുപോകേണ്ടത് ആ വീട്ടുകാരുടെ മര്യാദയും മനുഷ്യത്വവുമാണ്. അങ്ങനെ കാണിക്കാത്ത ഈ കുടുംബത്തെ അവർ വല്ലാതെ ഭയപ്പെട്ടു പോയിരുന്നു. എന്നാൽ ഇക്കാര്യങ്ങളൊന്നും അറിയാത്ത ദേവൂട്ടി നിറമിഴികളോടെ ഈ പട്ടണത്തിലെ ഏതോ ഹോസ്പിറ്റലിൽ കിടക്കുന്ന തൻ്റെ ഭർത്താവിനെ
കാണാൻ വേണ്ടി അവൾ അവിടെ നിന്ന് ഓരോരുത്തരുടെയും മുഖത്തേക്ക് യാചനാപൂർവ്വം നോക്കി നിൽക്കുന്നു. എന്നാൽ ആ ഒരു കാര്യത്തിൽ നിന്നും എല്ലാവരും പിന്മാറി. അത് മനസ്സിലാക്കിയ ദേവൂട്ടി ഒരു തേങ്ങലോടെ ശരീരവും മനസ്സും തളർന്ന് ഭിത്തിയിൽ ചാരി നൂർന്ന് താഴേക്ക് ഇരുന്നു പോകുന്നു. എന്നാൽ ഇവിടെ അവർക്കൊപ്പം നിന്ന നാണിയമ്മയ്ക്ക് മറ്റുള്ളവരെ പോലെ ദേവൂട്ടിയെ ഉപേക്ഷിച്ചു കളയാൻ കഴിയുമായിരുന്നില്ല. കാരണം തനിക്കും ഇതേ പ്രായത്തിലുള്ള 2 പെൺമക്കളാണുള്ളത്. മാത്രമല്ല ഒരനാഥയെപ്പോലെ താഴെ നിലത്തിരുന്ന് കരയുന്നത് താൻ മകനെപ്പോലെ കാണുകയും സ്നേഹിക്കുകയും ചെയ്ത തൻ്റെ ജയൻകുഞ്ഞിൻ്റെ ഭാര്യയാണ്. അതുകൊണ്ടുതന്നെ നാണിയമ്മയ്ക്ക് അവളെ ഉപേക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവളെ നാണിയമ്മ കൊണ്ടുപോകാമെന്ന് സമ്മതിക്കുന്നു. അതേ തുടർന്ന് നാണിയമ്മയ്ക്കൊപ്പം ജയകൃഷ്ണനെ കാണാനായി ദേവൂട്ടി ടൗണിലെ ആശുപത്രിയിലേക്ക് പുറപ്പെട്ടു. ഈ സമയം ആശുപത്രിയിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇതുവരെ ജയകൃഷ്ണന് ബോധം വീണിരുന്നില്ല. അതോടെ എല്ലാവരും തകർന്നടിഞ്ഞ മനസ്സുമായി പരസ്പരം ഒന്നും മിണ്ടാതെ ആ രാത്രിയിൽ അല്പം പോലും ഉറങ്ങാതെ ജയകൃഷ്ണന് ബോധം വരുന്നതും കാത്തിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്നതിനിടെ ഭഗീരഥി എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് നിശബ്ദമായി ഇരുന്ന് കരയുന്നു. ആ കരച്ചിലിന് ഒടുവിൽ ഇതിനെല്ലാം കാരണക്കാരി ദേവൂട്ടിയാണെന്ന് പറഞ്ഞാണ് നിർത്തുന്നത്. ഇപ്പോൾ സമയം പകൽ 11:15. ICUവിൻ്റെ ഡോർ തുറന്ന് ഒരു നേഴ്സ് പുറത്തേക്ക് വന്നു. ജയകൃഷ്ണൻ എന്ന പേഷ്യന്റിനൊപ്പം വന്നവർ പുറത്തുണ്ടോ എന്ന് ചോദിക്കുന്നു. ഈ സമയം അവരുടെ ആ ചോദ്യം കേട്ട് ജയനന്ദൻ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവിടേക്ക് നടന്നു ചെന്നു ആ നേഴ്സിൻ്റെ അടുത്തെത്തി. എന്നാൽ ഇവിടെ ജയകൃഷ്ണൻ എന്ന പേര് കേട്ടതും അവിടെ ഇരുന്നവർ ഓരോരുത്തരുടെയും മനസ്സുകളിൽ ജയകൃഷ്ണനെക്കുറിച്ച് പലതും ചിന്തിച്ചു പോകുന്നു. അതോടെ വല്ലാത്തൊരുതരം ഞെട്ടലോടെ അതിലുപരി ആകാംക്ഷയോടും ആകുലതയോടും കൂടി അവർ ഓരോരുത്തരും ആ നേഴ്സിൻ്റെ മുഖത്തേക്ക് നോക്കി അങ്ങനെ നിന്നു പോകുന്നു.